ജയ് ഹേമന്ത് ഷെറോഫ് എന്നൊരു പയ്യന് വെള്ളി നൽകിക്കൊണ്ട് ജാക്കി ഷെറോഫ് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ ഒരു മാണിക്യമാണ് ടൈഗർ ഷെറോഫ്, ഓൾസോ നോൺ ആസ് ഷർട്ടൂരാൻ. പിന്നീട് പോകെ പോകെ കടുവാണന്റെ സിനിമകൾ കണ്ട തന്റെ അച്ഛൻ ജാക്കി ഷെറോഫ് ആ സത്യം മനസ്സിലാക്കി. തന്റെ മകൻ ഇന്ത്യൻ സിനിമയിൽ പ്രേക്ഷകരുടെ മുമ്പിൽ ബലി കൊടുത്ത് അറുത്തോണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇറക്കിയ സിനിമകളെല്ലാം നമ്മുടെ ഇന്ത്യൻ സിനിമയ്ക്ക് എന്നും ലോക സിനിമയുടെ മുമ്പിൽ കാണിച്ചു കൊടുത്ത് അഭിമാനിക്കാൻ പറ്റിയ സിനിമകൾ. ക്രിസ്റ്റഫർ നോളൻ ഓപ്പൺഹൈമറിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് കടുവാണൻ പല സിനിമയിൽ കൂടി ഇന്ത്യൻ സിനിമയ്ക്ക് ഓപ്പൺഹൈമറിനേക്കാൾ വീര്യം കൂടിയ, ഈ ലോകത്തെ തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ള അത്രയും ബോംബുകളാണ് കടുവാണൻ ഇന്ത്യൻ സിനിമയ്ക്ക് ദാനം നൽകിയത്. കടുവാണൻ 2022 പുറത്തിറക്കിയ IMDb പോലും നാണിച്ച് കുണുങ്ങിപ്പോയ ഒരു സിനിമയാണ് ഹീറോ കൊണ്ടിട്ടു. സിനിമയിലേക്ക് വരാം. ആദ്യം തന്നെ ഭീകരനും കൊടും ക്രൂരനുമായ വില്ലന്റെ ഇൻട്രോ. വില്ലൻ ഒരു മജീഷ്യനാണ്. ആവശ്യത്തിന് ലൈറ്റ് ഇവിടെ പൊത്തി വെച്ചിട്ടുണ്ടല്ലോടെ, പിന്നെ എന്തിനടെ കഷ്ടപ്പെട്ട് മൊബൈൽ ഫ്ലാഷ് അടിച്ച് കാണണേ? അങ്ങനെ വില്ലന്റെ ആദ്യത്തെ മാജിക് ആണ് കമ്പിയായി നിൽക്കുന്ന പാമ്പിനെ ഡിസ്കമ്പിയാക്കുക. വില്ലന് വേറൊന്നും ചെയ്ത് കഷ്ടപ്പെടേണ്ടി വന്നില്ല. പാമ്പിനെ എടുത്ത് മുഖത്തിന് നേരെ പിടിച്ചതും അത് ഓട്ടോമാറ്റിക്കലി ഡിസ്കമ്പിയായി. അതിനുശേഷം സ്റ്റേജിൽ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് അടുത്ത മാജിക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരാൾ വന്നിട്ട്, എടാ കോപ്പേ, ഇവളെ പൊക്കി കയറിപ്പോ പൊട്ടി വീഴും, നാട്ടുകാർ പിടിച്ച് പനി കിട്ടുമ്പോ ഇറങ്ങി ഓടറാ. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നോ? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ. വില്ലന്റെ പേര് ലൈല. പേരിൽ മാത്രമല്ല നടത്തത്തിലും അത് കാണാനുണ്ട്. കുട്ടിക്കളി മാറാത്ത ഒരു കുറുമ്പിയാണ് നമ്മുടെ ലൈല. വില്ലന്റെ റേഞ്ച് മനസ്സിലായല്ലോ. ഇനിയാണ് ഇന്ത്യൻ ഓപ്പൺ ഹ്യൂമറിന്റെ വരവ്. ഇതാണ് കടുവാണന്റെ അമ്മ. എല്ലാ അമ്മമാരെ പോലെ എന്റെ മോനൊന്നും സംഭവിക്കില്ലേ, എന്റെ മോനൊന്നും വരുത്തില്ലേ എന്നൊക്കെ തന്നെയാണ് ഈ അമ്മയും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഈ അമ്മച്ചിയെ കാണിക്കുന്ന സീൻ മൊത്തം എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ, എന്റെ മോൻ എന്ന് മാത്രമേ ഉള്ളൂ. ശേഷം കടുവാണന്റെ ഇൻട്രോ. അയ്യോ, ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെയൊന്നും അല്ലല്ലോ. മോളിവുഡിലെ ഷർട്ടൂരാനെ പോലെ ഇന്ത്യൻ സിനിമയിലെ ഷർട്ടൂരാനാണ് കടുവാണൻ. സാധാരണ ഇൻട്രോയിൽ ഷർട്ടൊക്കെ ഊരി തെറിപ്പിച്ച് ബോഡിയൊക്കെ കാണിച്ച് സ്വന്തം കാല് കവച്ച് കയറി വെല്ലവന്റെ നെഞ്ചാങ്കൂടം പൊളിച്ചു വരുന്ന കടുവാണനെ കാണാൻ വന്ന ഫാൻസ് ഇത് കണ്ടതിന് ശേഷം അസ്വസ്ഥരായി. അങ്ങനെ അണ്ണന്റെ ജോലിയുടെ ആദ്യത്തെ ദിവസമാണ്. ബാറിലെ വെൽക്കം ബോയാണ് കടുവ. ഒരു ചങ്ങായി ബാറിന്റെ പുറത്ത് മാന്യമായിട്ട് പുകവിടാൻ പോകുമ്പോൾ ബാറിന്റെ പുറത്ത് പോയി വലിക്കുകയാണെങ്കിൽ കുപ്പി കൊണ്ടുപോകാൻ പാടില്ല, ബാറിന്റെ അകത്തിരുന്ന് കുടിക്കുകയാണെങ്കിൽ വലിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് കടുവ അണ്ണങ്ങ് തുടങ്ങും. അവന്മാര് പിടിച്ച് തേമ്പി വിടും. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും? പക്ഷെ അല്ല, കടുവാണ്ണൻ ഇതിൽ ഇന്നസെന്റ് ആണ് ഗൈസ്. വീണ് കിടക്കുന്ന കടുവാണ്ണനെ നോക്കി, ഹൈ, ഇങ്ങനെ ചിരിച്ചു മരിക്കാനായിട്ട് കടുവാണ്ണ അവിടെ അഭിനയിക്കല്ലോ പെങ്ങളെ, ഒന്ന് വീണ് കിടക്കണല്ലേ ഉള്ളൂ. ഇതറിഞ്ഞ കടുവയുടെ അമ്മ എന്റെ മോനെ രക്ഷിക്കാൻ ഇനി ഇന്ത്യയിലെ ദൈവങ്ങൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ബനാറസിലേക്ക് പോകും. അങ്ങനെ കുറച്ചു നേരത്തേക്ക് ആ വെറുപ്പിര് ഒഴിഞ്ഞു കിട്ടിയെന്ന് സമാധാനത്തിൽ ഇരിക്കുന്ന സമയത്താണ് പുതിയൊരു അപരാധം പിറവിയെടുക്കുന്നത്. ഇതിലെ നായിക ഒരു UK ബോൺ സെൽഫ് മെയ്ഡ് ബില്യനർ ആണ്. അതെ ഗൈസ്, പക്ഷെ ബില്യൻസ് മൊത്തം അച്ഛന്റെ ആണെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുകയാണ് കടുവയും നായികയും കൂടി കണ്ടുമുട്ടുന്നത്. കടുവാണന്റെ മുഖം പോലും കാണാതെ കടുവാണന്റെ ബാക്ക് കണ്ട നായിക കടുവയെ പൊക്കിയടിക്കാൻ തുടങ്ങി. അങ്ങനെ കടുവയെ കണ്ട നായികയ്ക്ക് പെട്ടെന്ന് ദേജാവ് ഓടിക്കും. ഇവനല്ലേ അവൻ, അവനല്ലേ ഇവൻ. അങ്ങനെ ആ സുവർണ വേളയിൽ വെച്ചാണ് കടുവണ്ണന്റെ ആ ഇടിവെട്ട് പേര് നമ്മൾ അറിയുന്നത്. നായികയ്ക്ക് ബബ്ലുവിനെ മുമ്പേ പരിചയമുണ്ട്. എന്നാൽ ബബ്ലുവിന് നായികയെ അറിഞ്ഞൂടാ. ബബ്ലു പറയും, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല, എന്റെ പേര് പെണ്ണ്, എനിക്ക് വയസ്സ് 18, സോറി, എന്റെ പേര് RJ എന്നാണ്, നിങ്ങൾക്ക് ആള് മാറി പോയതാണെന്നൊക്കെ. പക്ഷെ ഭാഷയും തെറിയും ഒക്കെ കണ്ടു വളർന്ന നായികയ്ക്ക് അത് ബബ്ലു തന്നെയാണെന്ന് മനസ്സിലാവും. അങ്ങനെ കടുവാണനെ കൊടുക്കാനുള്ള 18ാമത്തെ അടവും നായിക എടുത്തു. ബബ്ലുവിന്റെ വലത്തെ കുണ്ടിയിൽ വട്ടാകൃതിയിൽ 10 മീറ്റർ ചുറ്റളവിൽ ഒരു കറുത്ത മറുകുണ്ടെന്ന്. പക്ഷെ കടുവാണ്ണൻ എന്റെ കുണ്ടിയിൽ കറുത്തയൊന്നുമില്ല, ഫുൾ ക്ലീൻ ആൻഡ് വൈറ്റ് ആണെന്നുള്ള ചെറ്റ റേസിസം പറയും. കുണ്ടി വെളുത്തതാണെന്ന് കാണിക്കാൻ എല്ലാവരുടെ മുമ്പിൽ വെച്ച് പാന്റ് ഉരി നിൽക്കും. നാണം കണ്ടില്ലേ കൊച്ചു കള്ളൻ, ഇത് പശു ചാണകം ഇടുമ്പോഴുള്ള ഭാവമാണ്. അങ്ങനെ അപമാനിതനായ ബബ്ലു അവിടെ നിന്നും ഇറങ്ങുന്നു. ഡയറക്ടറിന് ഇന്റർവെൽ വരെ കാത്തിരിക്കാനുള്ള സ്ക്രിപ്റ്റ് കയ്യിലില്ലാത്തതുകൊണ്ട് പടം തുടങ്ങി 20ാമത്തെ മിനിറ്റിൽ ഇന്ത്യ കാത്തിരുന്ന, ലോകം കാത്തിരുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ. Do you know why? Because the world wanted him dead. അങ്ങനെ ഗംഭീര ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കഴിഞ്ഞ് കടുവ വീട്ടിൽ വന്ന് അടി തുടങ്ങി. നല്ലൊരു വീട്ടിന്റെ ചുമരടിച്ച് പൊളിക്കുകയാണ് കടുവാണ്. യെസ്, കിട്ടി. എന്താണത്? എന്താണ് ആ ചുമന്ന പെട്ടിയിൽ? കം ഓൺ. യെസ്. പുലയാടി മോനെ, ഞാൻ വെറും 700 രൂപയുടെ ഫോൺ ഒളിപ്പിക്കാൻ 7 കോടിയുടെ വീട് കെട്ടാനും കടുവാണ്ണൻ തയ്യാറാണ്.
അങ്ങനെ ഫോൺ എടുത്ത് കറക്കുന്നു, നാട്ടിലെ ഏതോ വധൂരിനെ വിളിക്കുന്നു. ശേഷം കടുവാണന്റെ നോട്ടി പാസ്റ്റ്. കടുവാണൻ ശരിക്കും ഒരു ഹാക്കറാണ്. വലിയ CBI ഓഫീസേഴ്സിന് പോലും കടുവാണനെ വേണം. കാരണം ശത്രുക്കളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി ഹാക്ക് ചെയ്യാൻ ഇന്ന് ഇന്ത്യയിൽ 2 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. ഒന്ന് മേജർ ശ്രീകുവും മറ്റേത് ബബ്ലുവും. അങ്ങനെ ഈ മജീഷ്യൻ മുതുകാടിനെ ഹാക്ക് ചെയ്യുക എന്നുള്ളതാണ് ബബ്ലുവിന്റെ പുതിയ ടാസ്ക്. ലൈലയുടെ അടുത്തെത്താൻ ലൈലയുടെ പെങ്ങൾ വധൂരിനെ വലയിലാക്കാൻ ടൈഗർ അണ്ണൻ ഒരു ബാറിൽ ഇരിക്കുന്നു. എന്നാൽ കടുവണ്ണൻ ആരാ മുതല്? കടുവണ്ണന്റെ ഇരിപ്പ് കണ്ടിട്ട് പെങ്ങളൂട്ടി ഇങ്ങോട്ട് വന്ന് ഉമ്മ വെക്കും. ഉമ്മ മാത്രമല്ല പൈസയും കൊടുക്കും. ഞാൻ ഇന്ന് വരെ ഈ പണിക്ക് കാശ് കൊടുത്തേ പോയിട്ടുള്ളൂ. ആണോ? ആദ്യമായിട്ട് കാശ് മേടിച്ചിട്ട്. അങ്ങനെ 5 മിനിറ്റ് കൊണ്ട് പെങ്ങളൂട്ടിയെ വലയിലാക്കിയ കടുവാണൻ ലൈലയുടെ അടുത്തെത്തും. എന്നാൽ ലൈല ആരാ മുതല്? ലൈലക്കെല്ലാം അറിയാം. അങ്ങനെ ആ സീനോടെ ബബ്ലുവിന്റെ പേരങ്ങ് മാറി. പാസ്റ്റ് അപരാധം കഴിഞ്ഞ് വീണ്ടും പ്രസന്റ് അപരാധത്തിലേക്ക്. നേരത്തെ ഫോൺ വിളിച്ച വധൂരി ബബ്ലുവിനെ തീർക്കാൻ ആളെ വിടും. കൊല്ലാൻ വന്നവൻ ഈ ഷാർപ്പ് ഷൂട്ടറിന്റെ അനിയനാണ്. കാരണം ഒറ്റ വെടി പോയിട്ട് ഒരു അടി പോലും കൊള്ളിക്കാൻ അവന് പറ്റിയില്ല. എത്ര തോക്കടേ മാറി മാറി എടുത്തത്? ഒരു വെടിയെങ്കിലും കൊള്ളീരടേ. അങ്ങനെ കുണ്ടിക്ക് വെടികൊണ്ട കടുവാണൻ ബുള്ളറ്റ് പോലും എടുക്കാതെ നേരെ ചെന്ന് പരിപാടി നടത്തി. പിന്നെ കാശ് ഒരുപാട് കിടക്കയല്ലേ, കുറച്ച് പൈസ വെറുതെ പൊട്ടിക്കാൻ വേണ്ടി കുറച്ച് ലക്ഷറി കാറുകളുടെ അപരാധം. ഇതൊക്കെ ചെയ്യുമ്പോഴും ടൈഗർ അണ്ണന്റെ കുണ്ടിയിൽ ആ ബുള്ളറ്റ് ഉണ്ടെന്ന് ഓർക്കണം. ടോം ക്രൂസ് ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് എവിടെ എത്തേണ്ട ആളാ? ഇത്രയൊക്കെ കഴിവുണ്ടായിട്ടും അഭിനയിക്കാൻ അറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഫീൽഡ് ഔട്ടായ മുതൽ. അങ്ങനെ എല്ലാ അപരാധങ്ങളും കഴിഞ്ഞ് ബബ്ലു അത് തീരുമാനിക്കുകയാണ്. കുണ്ടിയിൽ അകപ്പെട്ടു പോയ ആ ബുള്ളറ്റിന് മോചനം നൽകണമെന്ന്. അങ്ങനെ നോട്ടി അമേരിക്കയിലെ ഒരു ചേച്ചിയെ കൊണ്ട് ആ കർത്തവ്യം ചെയ്യുന്നു. ബുള്ളറ്റ് എടുത്ത സന്തോഷത്തിൽ കടുവാണൻ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഡാൻസും കഴിഞ്ഞ് ട്രെയിനിൽ മനസ്സമാധാനത്തോടെ യാത്ര ചെയ്യുന്ന അവരെ തേടി വില്ലന്മാർ കാറിടിച്ച് ട്രെയിനിന്റെ അകത്തോട്ട് കുത്തിക്കയറ്റുകയാണ്. അങ്ങനെ വില്ലന്മാർ ബബ്ലുവിനെ പൂട്ടിയെന്ന സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് ആ കൊടൂര ട്വിസ്റ്റ്. വില്ലന്മാരല്ല, ശരിക്കും ബബ്ലു ആണ് വില്ലന്മാരെ കൂട്ടിയത്. അങ്ങനെ കടുവയുടെ കുരങ്ങ് ചാട്ടം വീണ്ടും തുടങ്ങി. ട്രെയിനിലേക്ക് ചാടിയപ്പോ ചുവപ്പ്, ട്രെയിൻ നീങ്ങിയപ്പോ നീല. വമ്മോളെ, ഇത് താണ്ട സിനിമ. എന്റെ പൊന്നു വധൂരി, താഴെ ഇത്രയും സ്ഥലമുണ്ടല്ലോടെ, നിനക്കൊന്ന് കുനിഞ്ഞാ പോരേടേ. പക്ഷെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ലൈല അണ്ണനെ പൂട്ടും. അങ്ങനെ പ്രേക്ഷകർ കാത്തിരുന്ന ആ നിമിഷം എത്തി. ഈ അപരാധത്തിന്റെ മരണം. അങ്ങനെ അതും സംഭവിച്ചു. എല്ലാ സിനിമയിലും കടുവാണൻ ബോംബിടുന്നത് കൊണ്ട് ഈ സിനിമയിൽ വെറൈറ്റി ആയിട്ട് വില്ലൻ വന്ന് ബോംബിട്ടു. അങ്ങനെ കടുവാണൻ മരിച്ചു ഗൈസ്. അമ്പോ. ബനാറസിൽ പോയ അമ്മയെ നിങ്ങൾ മറന്നോ? അങ്ങനെ ഇന്ത്യയിലെ ദൈവങ്ങളുടെ ശക്തി കൊണ്ട് കടുവാണൻ വീണ്ടും പുനർജനിക്കുകയാണ് ഗൈസ്. ഇരുമ്പിന്റെ ഫോണാണ് തോന്നുന്നു, ഒറ്റ പോറൽ പോലുമില്ല. കടുവണ്ണ ഒരു ബോംബ് ബ്ലാസ്റ്റിന് ശേഷം എടുക്കുന്ന ഒരു ഷോട്ടാണ്. അതിനനുസരിച്ചുള്ള നടത്തം തരണം. ഞാൻ ഏറ്റടാ മോനെ. ഇനി സെക്കൻഡ് ഹാഫിൽ എന്ത് അപരാധമാണെന്തോ.
സെക്കൻഡ് ഹാഫ് കാണാനുള്ള ത്രാണി എനിക്കില്ല. ക്ലൈമാക്സിലൊന്നുമില്ല, എന്തായാലും കടുവാണ് ഷർട്ടൊക്കെ ഒരു വില്ലനെ കൊല്ലും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുവായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമകളും സിനിമാ വിശേഷങ്ങളും കമന്റിൽ അറിയിച്ചാൽ വരുന്ന ദിവസങ്ങളിൽ നമ്മളത് വീഡിയോസ് ആക്കി അപ്ലോഡ് ആക്കുന്നതായിരിക്കും.